UDF-നും മുസ്ലിം ലീഗിനുമെതിരെ വീണ്ടും രൂക്ഷ പ്രതികരണവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. UDF ഭരണത്തിൽ വന്നാൽ മുസ്ലിം ലീഗ് നാട് ഭരിക്കുമെന്നും പെട്ടിപൊട്ടിച്ചാൽ ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. UDF അധികാരത്തിൽ വരരുത് എന്നാണ് ആഗ്രഹമെന്നും LDF-ന്റെ സ്ഥാനാർത്ഥി നിർണയം പലയിടത്തും പാളിപ്പോയെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. ലീഗ് അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു. കോൺഗ്രസിൽ ആരാണ് ആകേണ്ടതെന്ന് ഘടകകക്ഷിപ്പെട്ട ലീഗിനെ കൂട്ടുള്ള ആളുകൾക്ക് പറയാമോ? കോൺഗ്രസിൽ ആരാകണമെന്ന് ഭരണം വന്നാൽ ലീഗ് ഭരിക്കുന്നതിൻ്റെ അർത്ഥം ലീഗിന്റെ ഭരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് അരാജകത്വം വല്ലതും ഉണ്ടാകുമോ? ഇവിടെ മാറാട് എത്ര എണ്ണം ഉണ്ടാകും? എന്തെല്ലാം കുഴപ്പം അവർ സൃഷ്ടിക്കും. അതുകൊണ്ടല്ല UDF വരുന്നത്. എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല. ഇവിടെ ആര് ഭരിക്കുന്നു? നിങ്ങൾ ഒരു അനുഭവം കൊണ്ട് കണ്ടിട്ടുണ്ടല്ലോ. അവർ ജനാധിപത്യത്തെ വല്ലതും മാനിക്കുന്നുണ്ടാകും. അങ്ങനെ ഉമ്മൻചാണ്ടി ഇരുന്ന കാലത്ത് അവിടെ ഇരുന്ന് പ്രഖ്യാപിച്ച് വകുപ്പും പ്രഖ്യാപിച്ച് 5ാം മന്ത്രിസഭയും പ്രഖ്യാപിച്ചത് ലോക ചരിത്രത്തിൽ ജനാധിപത്യം എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? അവർക്ക് ജനാധിപത്യമല്ല, മതാധിപത്യമാണ്. വെള്ളാപ്പള്ളി നടേശന് ഭ്രാന്താണെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മറുപടി നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.